അതുകൊണ്ട് വാപ്പയെയും ഉമ്മയെയും നന്നായി നോക്കണം. പ്രായമാകുമ്പോൾ വാപ്പയുടെയും ഉമ്മക്കുമുള്ള ഹിദമകൾ നമ്മൾ കൂട്ടണം. ഞാൻ അടുത്ത് ഒരു റമദാനിൽ ഒരു വലിയ വീട്ടിൽ പോയി. ആ വീട് വലിയ വീടാണ്. ആ വീടിന്റെ തൊട്ടടുത്ത് വേറെയും 4 വീടുകളുണ്ട്. അവരുടെ ജ്യേഷ്ഠൻ അനുജന്മാരെ സഹോദരങ്ങളാണ്. നല്ല വീട്, LED വെളിവൊക്കെ കത്തി, നല്ല അടിപൊളി വീട്. ഭക്ഷണത്തിന് നോമ്പ് പറക്കാൻ പോയപ്പോൾ അവിടെ പ്രായമുള്ള ഒരു ഉപ്പയുണ്ട്. ഉപ്പ നോമ്പ് നോക്കാനൊന്നും കഴിയൂല, ഭക്ഷണം കഴിച്ചിട്ടും കുറെ ആയി. ഈ മക്കള് ഈ വാപ്പന്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പാന്റെ ഒപ്പം കൂടിയിട്ട് നിങ്ങളൊരു 2 പത്തിരി തിന്നോളി. നിങ്ങളോട് പിന്നെ പത്തിരി ഉണ്ടാവൂല അല്ലേ? ഇവിടെ എന്താ പത്തല്? സിലബസ് ഒക്കെ ഒന്ന് തന്നെ അവിടെ ഇവിടെ ആക്കിയാൽ മതി. അപ്പൊ പത്തിരി തിന്നോളി എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ആ മക്കൾ ആ വാക്ക് കേട്ടിട്ട് ഒരു പത്തിരി നമ്മളെ പൊങ്ങി. പിന്നെ ഈ മക്കള് പറയാണ്, പാപ്പ തങ്ങൾ പാപ്പ കട്ലേറ്റ് നല്ലോ തിന്നുന്നുണ്ട്, പാപ്പച്ചി തിന്നോക്കണ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ആ കട്ലേറ്റിന്റെ ഒരു കഷ്ണവും തിന്നു. പിന്നീട് ഒരു വത്തക്കയുടെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, വത്തക്ക നല്ല മധുരമുണ്ട്, പാപ്പച്ചി ഒരു കഷ്ണം വത്തക്ക തിന്നോ. അപ്പൊ ആ വത്തക്കന്റെ കഷ്ണം കഴിക്കുന്നതിനിടയിൽ ഒന്ന് തുമ്മൽ വന്നപ്പോ കഫം മൊത്തം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ കഫം പുറത്തു വന്നപ്പോ ഈ മക്കൾ ടിഷ്യൂ പേപ്പറിന് വേണ്ടി ഓടിയില്ല. അവർ ടിഷ്യൂ പേപ്പറിന് വേണ്ടി ഓടിയില്ല. വാഷ് ബേസിന്റെ മുകളിലുള്ള ഒരു ടർക്കിക്ക് വേണ്ടി ആ മക്കൾ ഓടിയില്ല. അവർ ആ കൈ കൊണ്ട് ആ കഫം മുഴുവനും ഇങ്ങോട്ട് തുടച്ചെടുക്കുകയാണ്. ആ തുടച്ചിങ്ങനെ എടുത്ത് വൃത്തിയാക്കി അവരുടെ കൈ കഴുകുന്നു. പിന്നീട് വീണ്ടും അവർ വൃത്തിയാക്കുന്നു, കൈകൊണ്ടാ വൃത്തിയാക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലായി, ഈ മക്കൾക്ക് നല്ല നിഅമത്ത് അല്ലാഹു കൊടുക്കാൻ കാരണം ബാപ്പനും ഇമ്മനും നോക്കിക്കൊണ്ടാണ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, പക്ഷെ നല്ല പണമുണ്ട് അവരുടെ കച്ചവടത്തിലൊക്കെ. അതെന്താ? ബാപ്പന്റെയും ഉമ്മന്റെയും ആ സമയത്തുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ബാപ്പക്ക് പ്രായമാകുമ്പോ എത്ര ചെയ്തു കൊടുത്താലും ചെയ്തില്ല എന്നേ പറയുള്ളൂ. അപ്പൊ നമുക്ക് ഭ്രാന്ത് കടിക്കാൻ പാടില്ല, വീണ്ടും അവർക്ക് ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വാപ്പയുടെ കൽബിൽ നിന്നുള്ള നല്ല ആ ഒരു ദുആ നമ്മൾ ഇങ്ങനെ വാങ്ങണം. അങ്ങനെ പൊരുത്തം വാങ്ങിയ ആളുകൾക്കാണ് അൽഹംദുലില്ലാഹ് വിജയം കിട്ടുകയുള്ളൂ. നമ്മുടെ ഗുരുനാഥന്മാർ അവിടെ പൊരുത്തം വാങ്ങണം. ആ പൊരുത്തം വാങ്ങുമ്പോഴാണ് ഏത് തങ്ങളാണെങ്കിലും ഏത് മൂലയരാണെങ്കിലും ഏത് കാദിയരാണെങ്കിലും ഒക്കെ റെഡിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ പയച്ചുകൊണ്ടേ കാലം. കാദിയർ ഒരു 18 മഹലിൽ കളാ ഉണ്ടാവും. എല്ലായിടത്തും 2 മാസം നിൽക്കുള്ളൂ, എല്ലായിടത്തും അവിടുന്ന് പോരും. മൂപ്പർക്ക് അവിടെ പൂർത്തിയാക്കാൻ കഴിയൂല. ചില അധ്യാപകന്മാരുണ്ട്, അവർ BEd കഴിഞ്ഞ് PG കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് ഇതൊരു സ്കൂളിൽ കയറാൻ കഴിഞ്ഞില്ല. ഗൾഫിൽ നിന്നാണ് ഞാൻ ചെന്നപ്പോ ഒരു എങ്ങായി ആംപ്ലേറ്റ് അടിച്ച പുസ്തകം ജോലി ശരിയാകും റെഡിയാ വേർക്കാനുണ്ടോ. അപ്പൊ എനിക്ക് ജോലി ഇല്ല വെച്ചു. അല്ല, ഞാൻ BEd ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പൊ ഞാനും കരുതി ആംപ്ലേറ്റ് അടിച്ചാൽ BEdന്റെ ആവശ്യമുണ്ടോ? ആംപ്ലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കോയമുട്ട ആംപ്ലേറ്റ് അടിക്കാൻ BEdന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ BEdും PGയും കഴിഞ്ഞ ഒരാൾക്ക് അവന് പഠിച്ച ആ ഒരു വിഷയത്തിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിയാത്തത് അവന് ബാപ്പന്റെയും ഉമ്മന്റെയും ഇല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെയും പൊരുത്തക്കേട് വാങ്ങിയ ആളാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ആളൊക്കെ ആരെങ്കിലും ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തക്കേട് വാങ്ങിയ ആളുകൾ എത്ര ആളുണ്ടാവും ഇവിടെ? കൈ പൊക്കണ്ട, വാട്സപ്പ് പൊക്കണ പൊക്കിയാൽ മതി, വാട്സപ്പിൽ പൊക്കണമാര് പൊക്കിയാൽ മതി. ആ പൊരുത്തം നമുക്കുണ്ടാവും. ഒരു ചങ്ങായി, ഒരു ഫുലാൻ, ആ ഫുലാന് നല്ല കഴിവുള്ള ആളാണ്. ഒരു അറബി ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് അറബിയിലേക്കും ഒക്കെ ട്രാൻസ്ലേഷനൊക്കെ കഴിവുള്ള നല്ല ആളാണ്. അവൻ എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ നിന്ന് ഉസ്താദ് ഞങ്ങള് പരിചയമുള്ള ഒരാളുണ്ടല്ലോ, ബില്ലാദൻ കമ്പനി, ശരിക്കത്ത് ബില്ലാദൻ, വലിയ കമ്പനിയാണ്. ഗൾഫില് ക്ലോക്ക് ടവറും വലിയ വലിയ പാലങ്ങളും മിനായിലെ പാലങ്ങളൊക്കെ ഉണ്ടാക്കാൻ മുമ്പിലുള്ള വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിത്തരണം. അതിന് ഞാൻ പരിചയമുള്ള ഒരാൾ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വിളിച്ച്, നമ്മളെ ബന്ധത്തിലുള്ള ഒരാള്, ഒരു പ്രവർത്തകന് ജോലി കൊടുക്കണം, ഇന്റർവ്യൂക്ക് വിളിച്ചു. ഇവന്റെ ബയോഡാറ്റ നോക്കുമ്പോ ശരിക്ക് ശ്രദ്ധിച്ചോളി, നമ്മളെ വേദമാണെങ്കിൽ
ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, എലികളെ കുത്തണം, കടലൊക്കെ നിന്ന് കുത്തണം. മൂസാ നബിന്റെ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് തീരൂല. അങ്ങനെ ഈ ഫുലാൻ എല്ലാം നോക്കുമ്പോ അവന്റെ CV ബയോഡാറ്റ നോക്കുമ്പോ മാഷാ അല്ലാഹ് ഒരുപാട് കമ്പനിയിൽ ഓൻ ജോലി ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ ഈ കമ്പനി ചെന്നപ്പോ ഇവന് നല്ല കഴിവുള്ള ആളാ. ഇംഗ്ലീഷ് അറബിയിലേക്കും അറബി ഇംഗ്ലീഷിലേക്കും ഉറുദുലേക്കും തമിഴിലേക്കും എല്ലാ ഭാഷയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചാൻ കഴിയും. അവനോട് ഉടനെ തന്നെ അവിടെ ജോലി പാസ്സായി. അവിടുത്തെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി കയറി. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി കയറിയിട്ട് അവന് 8000 റിയാലാണ് സ്റ്റാർട്ടിങ് ശമ്പളം. 8000 റിയാൽ എന്ന് പറഞ്ഞാൽ തുറപ്പുണ്ടാവണ ഉള്ളതിനെ 2 ലക്ഷം ഉറുപ്പികളുണ്ടാവും. പിന്നെ 1500 റിയാൽ ഓന് റൂമിന് കൊടുക്കും വേറെ കമ്പനി. ഓൻ പിന്നെ 100 റിയാലിന്റെ റൂമിലെ നിൽക്കുക, ബാക്കി 1400 പോക്കറ്റിലിടും. മൂട്ടക്കുള്ള റൂമിൽ 100 റിയാൽ നിന്നാ മതി. മൂട്ട അറിയില്ല? മൂട്ട അറിയാം, അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ മൂപ്പരക്കുള്ള റൂമിൽ ഇങ്ങനെ താമസിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ബാക്കിയുള്ള 1400 പോക്കറ്റ് ഇട്ട് ഇവിടെ കർണാടകയിൽ എവിടെയെങ്കിലൊക്കെ വന്ന് കുറച്ച് സ്ഥലമൊക്കെ തോനെ വാങ്ങാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ആക്കാം എന്നൊക്കെ കരുതി മൂപ്പര് പൈസ ഉണ്ടാക്കാം. പിന്നെ 3 മാസം കമ്പനിയിൽ കണ്ടിന്യൂ ആയി ജോലി ചെയ്താൽ കാറ് കൊടുക്കും. 1 വർഷമായാൽ കമ്പനി വക ഫ്രീ ടിക്കറ്റ് 15 ദിവസം. അവൻ കോഴിക്കോട് ഇറങ്ങി വീട്ടിലേക്ക് എത്താനുള്ള കാറിന്റെ പൈസയും കൊടുക്കും. 15 ദിവസത്തിന്റെ ഉള്ളിൽ പനി വന്ന് പാരസിറ്റാമോൾ കുടിച്ചാൽ അതിന്റെ ബില്ല് കമ്പനി കൊടുത്താൽ അതും കമ്പനി കൊടുക്കും. തിരിച്ചു പോകാനുള്ള കാറിന്റെ ഓട്ടോറിക്ഷന്റെ കൂലിയും കിട്ടും. എല്ലാം റെഡിയാ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഓന് 2 ലക്ഷം 2.5 ലക്ഷം ഉറുപ്പ്യ എല്ലാ മാസവും കളിയില്ലാതെ കിട്ടും. ഞാൻ പിന്നെ ഓനെ ഒരു ദിവസം കണ്ട് കുറെ കഴിഞ്ഞപ്പോ, അപ്പൊ ഞമ്മക്കിപ്പോ ഓനെ പിന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാ വാങ്ങിയ വല്ല വള്ളി മദ്രസക്കൊക്കെ വല്ല പിരിവ് വയ്ക്കാലോ. അല്ല അപ്പൊ ഓൻ ജോലി കയറ്റി നമുക്കെന്താ? അപ്പൊ ഓന് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ എന്ന് കരുതി നമ്മൾ കുറെ മദ്രസ ഉണ്ടാക്കുന്നുണ്ട്. 313 മദ്രസകൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെയും ബദറുസ്സാദ തങ്ങൾ ഉസ്താദ് അവരുടെയും ഒക്കെ നിർദ്ദേശത്തിൽ തുടങ്ങി ഇപ്പം 232 മദ്രസകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ 232 മദ്രസകളിൽ 114 മദ്രസകൾ AC സംവിധാനത്തോടു കൂടെ നിലവിൽ വന്നിട്ടുണ്ട്. നിങ്ങളവിടുത്തെ മദ്രസ AC ഉണ്ടോ? ഇപ്പൊ സെൻട്രൽ AC എല്ലായിടത്തും കൂടി കാറ്റാ, എല്ലായിടങ്ങളും. അപ്പം ഇത്രയും അൽഹംദുലില്ലാ. അപ്പൊ ഇതേക്ക് വല്ല പൈസ വാങ്ങാൻ നിർത്തിയിട്ട് ഓനെ കണ്ടപ്പോ ഓനോട് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞേ, ഉസ്താദെ ഞാൻ അത് ശരിയാവില്ല, ഞാൻ അവിടുന്ന് ഇറങ്ങിക്കണേ. അവിടുന്ന് ഇറങ്ങി ഞാൻ 26 ദിവസം കൊണ്ട് നിങ്ങൾ ആക്കി തന്നിടന്ന് ഇറങ്ങിയാണ്. അവിടെ ഇത്രയും ശമ്പളം കിട്ടിയിട്ട് പിന്നെ എന്തിനു പോകുന്നത്? അത് ശരിയാവൂല. ഈ ശരിയാവൂല എന്ന് തോന്നുന്ന ഒരു ശൈത്താന്റെ പേരാ സമ്മ ഖൈറ് ദാക്ക ഖൈറ് എന്നാണ് ആ ശൈത്താന്റെ പേര്. ദർസിൽ മുതഅല്ലിമീങ്ങൾക്ക് ഓതുമ്പോൾ തോന്നും ഇവിടെ അല്ല അവിടെയാണ്, അവിടെ അല്ല ഇവിടെ തോന്നും. ഈ കോളേജിൽ നിൽക്കുമ്പോൾ ആ കോളേജിലാണ്, ആ കോളേജിൽ ഇവിടെ നിൽക്കും. ഡ്രസ്സ് എടുക്കാൻ പോയാൽ തോന്നും ഇതല്ല അല്ല അതാണ്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ടെക്സ്റ്റൈൽസ് കയറിയാൽ രാവിലെ തന്നെ 8 മണിക്ക് കയറി ബിസ്മിയൊക്കെ ചൊല്ലി കട തുറങ്ങിയ ഉടനെ തന്നെ വന്ന് നല്ലൊരു കസ്റ്റമർ വന്ന് എന്നൊക്കെ കരുതി അവിടുത്തെ പീഡിയക്കാരങ്ങനെ നിൽക്കുമ്പോൾ ഒരു 18 ചുരിദാർ വിറ്ററൊക്കെ വലിച്ചിട്ട് ഒരു നേരെ ഇറങ്ങി പോകുമ്പോൾ അവിടുത്തെ പണിക്കാരൻ എന്താ പറയുക, അൽഹംദുലില്ലാ നല്ലൊരു കസ്റ്റമർ. രാവിലെ തന്നെ ഒരു 18 വലിച്ചിട്ട് എനിക്ക് വീണ്ടും മടക്കിയൊക്കെയുള്ള പണിയൊക്കെ എടുത്ത് മൂപ്പര് പോയല്ലോ അല്ലേ. അങ്ങനെ അടുത്ത കടയിൽ കയറും. ഓർക്ക് ദാക്ക ഖൈർ, എവിടെയാണ് ഖൈർ? അത് ശൈത്താന്റെ പേരാ. ശൈത്താന് പ്രത്യേകമായ പേരില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുമ്പോ ഞാൻ ഇരുന്ന് കുടുങ്ങിയാലോ നീച്ച് ആദ്യം തന്നെ പോയാൽ മതിയെന്ന് അങ്ങനെ തോന്നിയ ആ ശൈത്താന്റെ പേര് അതന്നെ. രാവിലെ സുബൈക്ക് എണീക്കണമെന്ന് കരുതി അലാറം വെച്ച് സുബൈക്ക് ബെല്ലടിക്കുമ്പോ ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ എന്ന് കരുതി നമുക്കൊരു കടത്തുണ്ട്, ബ്ലാങ്കറ്റ് ഒക്കെ ഒന്നും കൂടി പൊതിച്ച് പിന്നെ നമ്മൾ സുബൈ കള്ളാക്കിയിട്ട് മൂപ്പര് എണീപ്പിക്കുള്ളൂ. അപ്പൊ ആ ശൈത്താന്റെ പേര് 5 മിനിറ്റ് എന്നാണ്. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണെച്ചെങ്കിൽ ശൈത്താങ്കളൊപ്പം ഉണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മതി, നോക്കിയാൽ മതി. ആ നിൽക്കണവർക്കൊക്കെ നിൽക്കാൻ തന്നെ തോന്നണമല്ലോ, ഇരിക്കാൻ തോന്നണില്ല. ഓലെ താതന്നെ ശൈത്താൻ. അങ്ങനെ പല രൂപത്തിലുള്ള ശൈത്താന്മാരിങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വായിക്കാൻ തോന്നുമ്പോൾ തോന്നും എഴുതണം, എഴുതാൻ തോന്നുമ്പോൾ തോന്നും വായിക്കണം. രണ്ടും നടക്കൂല.
ജോലി ചെയ്യുമ്പോൾ തോന്നും സെൻട്രിങ്ങിന്റെ പണിക്ക് പോകുമ്പോൾ തോന്നും ഒരു ഓട്ടോറിക്ഷ എടുത്താൽ കുഴപ്പമില്ല. ഓട്ടോറിക്ഷ എടുക്കുമ്പോൾ തോന്നും അല്ല ടെക്സ്റ്റൈൽസിൽ ഇൻഷാളൊക്കെ ചെയ്ത് നല്ല മട്ടത്തിൽ നിൽക്കാം, അതാണ് ഉഷാർ. അപ്പൊ അങ്ങനെ തോന്നും. അപ്പൊ പിന്നെ ഇത് ശരിയല്ല. ഗൾഫിലൊന്ന് പോയേക്ക. അപ്പൊ ഒരു അത്തറിന്റെ വാസനയിട്ട് ഒരാള് ഒരു ടവല് വാങ്ങാൻ കയറി. അപ്പം നല്ല ബ്രൂട്ട് സ്പ്രേന്റെ മണമാണ്. അപ്പം ഇവന്റെ മാതിരി അമ്മക്കും ബ്രൂട്ടൊക്കെ അടിക്കാന്ന് കയറി. ഓനാകെ അന്നേ വാങ്ങിയിട്ടുള്ള 2 കൊല്ലം കഴിഞ്ഞപ്പോ. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ശൈത്താന്റെ പേര്. അപ്പം പറഞ്ഞ അത് ശരിയാവൂല. ഈ ശരിയാവൂല എന്ന് തോന്നുന്ന ഒക്കെ ശൈത്താനാ. അങ്ങനെ ഇവൻ പറഞ്ഞു അത് ശരിയാവില്ല ഉസ്താദ്, ഞാൻ അവിടെ ഇറങ്ങിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് ശരിയായി, എന്താ പ്രശ്നമുള്ളത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ബാപ്പനെയോ അമ്മനെയോ ഉസ്താദുമാരെ ആരോടെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്ലിയർ ആവാതെ നീ പണി കയറൂല. അല്ലാ, ഞാൻ പറയാറുണ്ട്, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഒലക്കാന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒലക്ക തിരിയോ? നമുക്ക് തിരിയോ? കിച്ചണിലുള്ള ഒരു സാധനമാണ് ഫുലാന. മൂപ്പരിപ്പോ കാര്യമായ പണിയൊന്നുമില്ല മൂപ്പരങ്ങനെ സ്റ്റോർ റൂമിൽ നല്ല ഭംഗിയായിട്ട് മൂപ്പരങ്ങ് നിൽക്കും. ഷോക്കേസിൽ മൂപ്പര വെക്കാൻ കഴിയാത്തോണ്ടാണ്, പണിയൊന്നുമില്ല. പണ്ട് കുറെ പണിയെടുക്കുന്ന ആളാണ്. സുന്നാമാക്കി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അറിയാ? ആ ഉസ്താദിനെ അറിയാം. മൂപ്പര് മലപ്പുറത്ത് ജോലി ചെയ്തു. സുന്നാമാക്കി എന്ന് പറഞ്ഞ സാധനമുണ്ട്. വയറ് ക്ലീൻ ചെയ്യുന്ന ഒരു മരുന്ന് പീടി ചെന്നാൽ കിട്ടണ മരുന്ന്. എന്താ അതിന് പേര് പറയാ ഇവിടെ? പറഞ്ഞാൽ സുന്നാമാക്കിയാണ്. നിങ്ങൾ പിന്നെ ഒക്കെ പകുതിയേ പറയുള്ളൂ. എന്നോട് ഇവിടെ വന്നാക്കല ആയി തങ്ങാന്നാ പറയുള്ളൂ. നമുക്കിപ്പോ പഠിഞ്ഞ്. മറ്റേ ആദ്യമൊക്കെ നമുക്ക് കീറടിച്ചു എത്തിച്ചെങ്ങ നമ്മളെ തങ്ങളെന്ന് വിളിച്ചാത്ത ആയി തങ്ങ റെഡി. അത് നിങ്ങളെ ബഹുമാനത്തിന്റെ വാക്കാണ്. അങ്ങനെ അപ്പൊ ഒലക്ക തിരിഞ്ഞ് സുന്നമാക്കി തിരിഞ്ഞല്ലോ. ഇനി നാളെ പോയിട്ട് എന്ത് ചെയ്യണ്ട, ആ മരുന്നും പീടി പോയിട്ട് അത് വാങ്ങി കുടിച്ചാൽ നിൽക്കണ്ട. നല്ല ഒഴിവുള്ള ദിവസം മാത്രം ചെയ്താൽ മതി. മുത്തനൂർ തങ്ങൾ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ അത് വാങ്ങി കുടിച്ചാൽ നിൽക്കണ്ട. അപ്പൊ ഒരാൾ ഒലക്ക വിഴുങ്ങി, ഈ മൈക്കന്റെ സ്റ്റാൻഡ് എടുത്തിട്ട് വിഴുങ്ങി. എന്നിട്ട് ഈ സുന്നമാക്കി കുടിച്ചാൽ ദഹിക്കൂല. അതിന് മേജർ ഓപ്പറേഷൻ വേണം. അങ്ങലാപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. അത് മഞ്ഞപ്പൊടി നിൽക്കൂല, അത് നല്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എന്നതുപോലെ പൊരുത്തക്കേട് വാങ്ങിയിട്ട് പിന്നെ അസ്മാഉൽ ബദർ ചൊല്ലിയിട്ടും ഈ മജ്ലിസുൽ ഉറൂസിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഒലക്ക മുന്നിടിച്ച് സുന്നാമാക്കി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്ക് പൊരുത്തക്കേട് വാങ്ങിയിട്ട് പിന്നെ ഒരു സ്വലാത്തല്ലിയിട്ടും ഒരു ദിക്റല്ലിയിട്ടും ഒരു കാര്യമില്ല. ആദ്യം അത് ക്ലിയർ ആവും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടാവും, ആലോചില്ല ഉസ്താദ്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇവൻ ആലോചിച്ചാൻ പറഞ്ഞു, ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാണ്. എന്താണ്? ഇത് പറഞ്ഞു ഞാൻ നിർത്തും. എന്താണ് കാര്യം? ഇവൻ പറയുന്നത് ഇന്ന് ഒരു സെൻഡ് ഓഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സെൻഡ് ഓഫ് സ്കൂളിലൊക്കെ ഉണ്ടാവും. എന്താണ് സെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ? സ്കൂളിൽ ഏതെങ്കിലും ഒരു ഫാന് തിരിയുന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷം ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ ഫാന് തിരിയാൻ പാടില്ല. അതിനുള്ള എന്തെങ്കിലുമൊക്കെ വിക്രസോടെ ഒപ്പിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു ബാത്റൂമിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് വെള്ളം വരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പണി അവിടെ എടുക്കും ജൂൺ 1. പിന്നെ കുട്ടികൾ വന്നാൽ ബാത്റൂം തുറക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. ബാത്റൂമിൽ ഒരാൾ വെള്ളമില്ലാതെ കുടുങ്ങി അങ്ങനെ ഉണ്ടാവും. ചിരിച്ച് ഇങ്ങനെ അപ്പുറത്ത് നിന്ന് കുറച്ച് ചിരിച്ചുണ്ടാവും. വലിയ ചെറിയല്ല ഇപ്പൊ എന്നെ ഇവിടെ ഇളിന്നാണ് ഇളി ചിരിയ. ചിലർക്ക് അത് രസമാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നായ്ക്കുട്ടികൾ കടന്നുറങ്ങുമ്പോൾ ഒരു കല്ലെടുത്ത് എറി സ്കൂളിൽ പോകുമ്പോൾ അപ്പൊ പേരൻ്റെ ഒച്ച ഉണ്ടാവും. അപ്പൊ ചിലർക്ക് കേൾക്കാൻ നല്ല രസമാണ്. അതിപ്പോ ബാക്കിലുള്ള ആളുകൾ നിങ്ങളെ തലക്കെറിഞ്ഞാലും ആരും ഒച്ച ഉണ്ടാവും. നല്ല അവിടെ ഉണ്ടാവൂലേ? ഒക്കെ ഇങ്ങനെ സഫായി നിൽക്കുകയാണല്ലോ. ബാക്കിലുള്ള ഒരാൾ ഇമാമൻ എറിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, നല്ല ഒച്ച ഉണ്ടാവും. അപ്പൊ ചിലർക്ക് അത് റാഹത്ത്. അങ്ങനെയാണ് ചിലർക്ക്. ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവൻ പറയുന്നു, ഇവൻ സെൻഡ് ഓഫ് നടത്തിയത് ലാസ്റ്റ് സബ്ജക്ട് എക്സാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്ന ടീച്ചറെ ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇതാണ് സെൻഡ് ഓഫ്. ടീച്ചറെ കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാരും ഇവിടെ കൂടി എറിയൂടെ? അല്ല സാറേ, എറിഞ്ഞത് ഞാൻ ഒറ്റക്കാം. പക്ഷെ ടീച്ചർ നിങ്ങൾ നോക്കുമ്പോ ആരാണ് എറിഞ്ഞതെന്ന് തിരിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു 8 ആളിങ്ങനെ സഫായി നിന്ന്. അതിന് ഒരാളാണ് എറിഞ്ഞാൽ, ഇപ്പൊ പള്ളിയിലൊക്കെ ഇമാമിനെ മൗമൂം എറിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ജുമാക്ക് എത്രക്കാനും സഫുണ്ട്.
അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ അവല് സ്വപ്പ് തന്നെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ ഡോറുണ്ടാവും. എപ്പോഴും കയറിട്ടുണ്ടെങ്കിൽ കൂടെ ഇറങ്ങി പോകാനോ. അതുകൊണ്ട് ഒരു മൂലയൊരു ജോലി കയറിയാൽ ആദ്യം അവല് സ്വഫിൽ വലത്തെ ഭാഗത്തോ ഇടത്തെ ഭാഗത്തോ ഡോറുണ്ടോ നോക്കണം, അല്ലെങ്കിൽ അതിന് പിരിക്കണം ആദ്യം. കാരണം ഇപ്പോഴത്തെ മൗമൂമിങ്ങളൊക്കെ ആ സൈസാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മൗമൂമിങ്ങളൊക്കെ ആ സൈസാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇവൻ പറയുന്നു, അന്ന് സെന്റ് ഓഫിൽ ഞങ്ങൾ ചെയ്തത് ടീച്ചറെ കല്ലെടുത്തെറിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച്, ടീച്ചർ എന്നിട്ട് എന്തേ ചെയ്ത്? ടീച്ചർ ഒന്നും ചെയ്തില്ല. ടീച്ചർ ഞങ്ങളെ മുഖത്തേക്ക് കുറച്ചേരം ഇങ്ങനെ നോക്കി. ഈ നോട്ടമാണ് പൊരുത്തക്കേട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ മർദ്ദനം കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വാഹനപ്പുറത്ത് കയറി ഇങ്ങനെ നിന്നിട്ട് മക്കയിലേക്ക് ഒന്നുകൂടി നോക്കി. സങ്കടം കൊണ്ടാണ് നോട്ടം. അപ്പൊ ഒരായത്ത് ഇങ്ങോട്ട് ഇറങ്ങി, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. ഒരായത്ത് ഇറങ്ങാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഒരായത്ത് ഇങ്ങോട്ട് ഇറങ്ങിയത്. ആ ആയത്താണ്. അത് യാത്ര പോകുമ്പോൾ ചൊല്ലൽ സുന്നത്താണ്. നമ്മളൊക്കെ പോകുമ്പോൾ ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. അപ്പൊ ഒരൊറ്റ ആയത്ത് ഇറങ്ങുന്നത് ഒരു നോട്ടം കൊണ്ട്. അപ്പൊ ആ നോട്ടത്തിന് എത്ര അർത്ഥമുണ്ട്? ഒരു ഗൾഫുകാരൻ 6 മാസം കുടുംബത്തോടുകൂടെ ജീവിച്ച് അവൻ ഗൾഫിലേക്ക് പോകുമ്പോൾ വാഹനത്തിൽ കയറിയിട്ട് ഒന്നും കൂടി നോക്കും, പൊരമൊക്കെ നോക്കും. ബാപ്പന്റെ ഉമ്മയുടെയും മുഖത്തേക്കൊരു നോട്ടമുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വാപ്പയെയും ഉമ്മയെയും എനിക്ക് കാണാൻ കഴിയുകയുള്ളൂ. ആ വാപ്പയും ഉമ്മയും ഇനി ഞാൻ വരുമ്പോൾ ഉണ്ടാകുമോ എന്നറിയുകയില്ല. നോട്ടത്തിനർത്ഥമാണ് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കും. ഇനി എന്റെ ഭാര്യയെ ഞാൻ എന്നാണ് കാണുക? 3 വയസ്സ് പ്രായമാകുന്ന ഒരു കുട്ടി, ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് കളിപ്പിച്ച കുട്ടി, ആ കുട്ടിയുടെ മുഖത്തേക്കൊരു നോട്ടമുണ്ട്. ഇനി എന്റെ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ ഞാൻ എന്നാണ് എത്തുക? ഇതൊക്കെ ഈ നോട്ടത്തിന്റെ അർത്ഥം, ഒരു പ്രവാസിയുടെ ഒരു നോട്ടത്തിന്റെ അർത്ഥമാണ്. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നോട്ടം തന്നെ പൊരുത്തക്കേടാണ്. അപ്പൊ നമ്മള് പൊരുത്തം നമ്മൾ എപ്പോഴും വാങ്ങണം. ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തമാണ്, ഉസ്താദുമാരും പൊരുത്തമാണ്. ഈ ഫുലാൻ ഇപ്പോഴും അങ്ങനെ തന്നെ, എവിടെയും ജോലി റെഡിയാവില്ല. 18, 200 ജോലിയിൽ കയറും, കമ്പനിയിൽ കയറും, എല്ലായിടത്തും 2 മാസം, 3 ദിവസം, 5 ദിവസം, 10 ദിവസം, 15 ദിവസം, 20 ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോരും. അതെന്താ? പൊരുത്തക്കേട്. എന്നാ ചെലോലോ മാഷാ അല്ലാഹ് നമ്മളൊപ്പൊക്കെ പഠിച്ച ആളുകളെന്നെ ഉണ്ടാവും, പഠിക്കുമ്പോഴൊക്കെ പോയത്തക്കാരനെയും കാര്യം. പിന്നെ കാണാൻ മാഷാ അല്ലാഹ് ഓ അങ്ങനെ ഉഷാറാണ്. അല്ലാ നമ്മളൊപ്പം പഠിച്ചിന് എങ്ങനെയാണല്ലോ. അന്ന് ഓന് കണക്കിനൊന്നും തീരെ, മാത്സിലൊക്കെ പറ്റ മാർക്ക് കമ്മിയാ, എന്നും ടീച്ചർ നാടിയിട്ടുണ്ട്. ഇപ്പൊ ഓൻ വലിയ 12 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവന് ഫുള്ള് കണക്കൊക്കെ നോക്കണം. ഓൻ തന്നെയാ. എന്താ കാരണം? ഓ അങ്ങനെ ശ്രമിച്ചു പോവാണ്. എല്ലാരും അവനെ പോയത്തക്കാരനായി ഇങ്ങനെ കാണും. ചില ആളുകളൊക്കെ പോയത്തക്കാരെ കാണും. ചിലരോ ക്ഷമിക്കും, നീ ധരിക്കും മൂടന, വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ? അമ്പും വില്ലും വെക്കുമ്പോ വില്ലിങ്ങനെ പേക്കോട്ട് പിടിക്കാൻ എന്തിനാണ്? ശക്തി കിട്ടാനാണ്. അപ്പൊ നമ്മൾ ദർസിൽ പഠിക്കുന്ന കാലത്തും നമ്മളെ സ്കൂൾ പഠിക്കുന്ന കാലത്തുമൊക്കെ നമ്മളെ കൂട്ടത്തിൽ ചില കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾ വളരെ പോയത്തക്കാരായിരിക്കും. പക്ഷേ ഉസ്താദുമാരുടെ അടുക്കലും ഗുരുനാഥന്മാരുടെ അടുക്കലും നല്ല മക്കളായിരിക്കും. ആ മക്കൾ പിന്നീട് ഇങ്ങനെ ഉഷാറായി വരുന്നത് കാണാൻ കഴിയും. അതെന്തേ കാരണം? ഉസ്താദുമാരുടെയും ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തമാണ്. അതുകൊണ്ട് ആ പൊരുത്തം ലഭിക്കണം. ബഹുവന്യരായ ഉസ്താദവറുകളുടെ ആണ്ട് നേർച്ചയിൽ നമ്മൾ ഇവിടെ വന്നത് അവിടുത്തെ പൊരുത്തം വാങ്ങാനാണ്, ചോറുന്നാനല്ല. ചോറ് വാങ്ങിപ്പോവാനല്ല വന്നത്, അവിടുത്തെ പൊരുത്തം വാങ്ങണം. അതിന് സദസ്സിൽ വന്ന് ഇരുന്ന് അൽഹംദുലില്ലാഹ് സമാപനം വരെ ഇരുന്ന് സന്തോഷത്തോടെ 3 സ്വലാത്തും ചൊല്ലി പോവണം. അതാണ് ഒരു സദസ്സിന്റെ തമാമിയത്ത്. അല്ലാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് ഒരാൾ ഹജ്ജിന് പോയാൽ പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ജംറ 3 എറിയും കഴിഞ്ഞ് സന്തോഷത്തോടെ റാഹത്തോടുകൂടെ മടങ്ങുമ്പോൾ ഒരു റാഹത്താണ്. അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം 49 ഡിഗ്രി ചൂടത്ത് മിനായിലേക്ക് എറിയാൻ വേണ്ടി പോയി തിരിച്ചിങ്ങോട്ട് നടന്നു വന്ന് അങ്ങനെ 3 ദിവസവും ജംറ എറിഞ്ഞ് റാഹത്തോടെ അൽഹംദുലില്ലാഹ് വരുമ്പോൾ ഒരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് എനിക്ക് 11 കിലോമീറ്റർ നടന്നിട്ടും എനിക്കൊരു പ്രയാസവുമില്ല. നല്ല റാഹത്തോടെ സന്തോഷത്തോടെ നടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു റാഹത്താണത്, നല്ല റാഹത്താണ്. ഈ മജ്ലിസ് കഴിയുമ്പോൾ എപ്പോഴേക്ക് പോകുന്നത്? മജ്ലിസ് കഴിഞ്ഞ്
ഒന്നല്ല, എല്ലാം കഴിഞ്ഞ് അവസാനം തങ്ങൾ പാപ്പാന്റെ കൈയൊന്ന് പിടിച്ചൊരു 10 ഉറുപ്യ ഞാൻ ആ സദസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ പോകുന്നത്. അതൊരു തമാമിയത്താണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബറക്കത്ത് വാങ്ങാൻ വേണ്ടി നമ്മൾ അവരൊക്കെ ജീവിതകാലത്ത് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.